ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ വീണ്ടും ആരാധകരെ ഞെട്ടിക്കുകയാണ്. ന്യൂസിലാൻഡിനെതിരായ നിർണായകമായ ഏകദിന പരമ്പരയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്യാമ്പിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. മധ്യനിരയിലെ വിശ്വസ്തനും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ഋഷഭ് പന്ത് പരിക്കേറ്റ് പരമ്പരയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിൽ നടന്ന പരിശീലനത്തിനിടെയാണ് പന്തിന് പരിക്കേറ്റത്. എന്നാൽ പന്തിന്റെ പരിക്കിനേക്കാൾ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് പകരക്കാരനായി BCCI കണ്ടെത്തിയ പേരാണ്. ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ മലയാളി താരം സഞ്ജു സാംസണോ വെടിക്കെട്ട് വീരൻ ഇഷാൻ കിഷനോ അല്ല ടീമിലേക്ക് വിളിക്കപ്പെട്ടത്. മറിച്ച് യുവതാരം ധ്രുവ് ജുറലിനെയാണ് BCCI പന്തിന്റെ പകരക്കാരനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഞ്ജുവിനോട് BCCIക്ക് എന്താണിത്ര ശത്രുത എന്ന ചോദ്യം ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ അലയടിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക് കടക്കാം. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയ്ക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരുന്നു ഇന്ത്യൻ ടീം. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിലെ നെറ്റ്സിൽ തീവ്രമായ പരിശീലനം നടക്കുന്നു. സാധാരണഗതിയിൽ സ്പിന്നർമാരെയും പേസർമാരെയും നേരിടുന്നതിനു പുറമെ വേഗതയേറിയ പന്തുകൾ കളിക്കാൻ ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകളെ ഉപയോഗിക്കാറുണ്ട്. അത്തരമൊരു സെഷനിലായിരുന്നു ഋഷഭ് പന്ത്. ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എറിഞ്ഞ അതിവേഗത്തിലുള്ളൊരു പന്ത് ഋഷഭ് പന്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ശരീരത്തിൽ ആഞ്ഞടിച്ചു. നെഞ്ചിനോട് ചേർന്നുള്ള പേശിയിലാണ് പന്ത് കൊണ്ടത്. വേദന കൊണ്ട് പുളഞ്ഞ പന്ത് ബാറ്റ് താഴെയിട്ട് ഗ്രൗണ്ടിലിരുന്നു പോയി. ഉടൻ തന്നെ ഫിസിയോയും സപ്പോർട്ട് സ്റ്റാഫും ഓടിയെത്തി പ്രാഥമിക ചികിത്സ നൽകി. വീണ്ടും ബാറ്റിംഗ് തുടരാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും വേദന കാരണം സാധിച്ചില്ല. നിരാശനായി വേദന കടിച്ചമർത്തി അദ്ദേഹം നെറ്റ്സിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന കാഴ്ച സഹതാരങ്ങളെയും ആശങ്കയിലാക്കി. തുടർന്ന് നടത്തിയ MRI സ്കാനിലാണ് പന്തിന്റെ പേശിക്ക് സാരമായ പരിക്കേറ്റതായി കണ്ടെത്തിയത്. ഇതോടെ ന്യൂസിലാൻഡ് പരമ്പരയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും പുറത്തായി. KL രാഹുൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി ടീമിലുണ്ടെങ്കിലും മധ്യനിരയിൽ ഒരു ഇടങ്കയ്യൻ ബാറ്ററുടെയും വിശ്വസ്തനായ കീപ്പറുടെയും അഭാവം നികത്താൻ പന്തിന് സാധിക്കുമായിരുന്നു. ആ പ്രതീക്ഷയാണ് വഡോദരയിൽ പൊലിഞ്ഞത്. പന്തിന്റെ പരിക്ക് സ്ഥിരീകരിച്ചതിന് പിന്നാലെ പകരക്കാരനാരാകും എന്ന ചർച്ച സജീവമായി. BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നപ്പോൾ പക്ഷെ പലരും അമ്പരന്നു.